ഹായ്, ഞാൻ ഡോക്ടർ ഹിബ നാസർ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം. ഊരവേദന ഉണ്ടായിരുന്ന ആളുകളിൽ പെട്ടെന്ന് ഒരു കാലിലേക്ക് വേദന ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ ഒരു കാലിൻ്റെ ബാക്ക് സൈഡിലൂടെ വലിച്ചിൽ പോലത്തെ വേദന, സ്റ്റെപ്പ് കയറുമ്പോഴോ കുനിയുമ്പോഴോ പെട്ടെന്ന് വേദന വന്ന് അനങ്ങാൻ പറ്റാത്ത സ്റ്റക്കായി പോവുക, ഇങ്ങനത്തെ ഒക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഷയാറ്റിക്ക എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ആവാം. ഷയാറ്റിക്ക എന്ന് പറഞ്ഞാൽ ഷയാറ്റിക് നെർവ്, അതായത് ബോഡിയിലെ തന്നെ ഏറ്റവും വലിയൊരു നെർവാണ് ഷയാറ്റിക് നെർവ്. അതിന് എന്തെങ്കിലും ഒരു കംപ്രഷൻ സംഭവിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വേദന, അതായത് ഷയാറ്റിക്ക എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ഇതിന് കംപ്രഷൻ സംഭവിക്കുന്നത്? നട്ടെല്ല് അല്ലെങ്കിൽ ബാക്ക് ബോൺ നമ്മുടെ ബോഡിയുടെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. അതായത് ബോഡിക്ക് സപ്പോർട്ട് നൽകുകയും നമ്മൾ കുനിയുമ്പോഴും നിവരുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ ആ ബോഡിക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു വലിയൊരു സ്ട്രക്ചറാണ് ഈ നട്ടെല്ലെന്ന് പറയുന്നത്. ഈ നട്ടെല്ലിൻ്റെ ഉള്ളിൽ കൂടെ സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നുണ്ട്. ഈ സ്പൈനൽ കോഡിൽ ഒരുപാട് നാഡികൾ ഉത്ഭവിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഷയാറ്റിക് നെർവ്. അതായത് L4, L5, S1, S2, S3 റൂട്ട് വാല്യൂസ് വരുന്ന ഒരു നെർവാണ് ഷയാറ്റിക് നെർവ്. ഈ നെർവ് ലോവർ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബട്ടക്സിലൂടെയും കാലിൻ്റെ ബാക്ക് സൈഡിലൂടെ പോയിട്ട് മുട്ട് വരെ എത്തുന്ന ഒരു നെർവാണിത്. അതുപോലെ തന്നെ ഈ ബാക്ക് ബോണിൽ 33 ബോൺസ് അടങ്ങിയിട്ടുണ്ട്, വെർട്ടിബ്രൽ ബോൺസ്. ഈ ബോൺസിൻ്റെ ഇടയിൽ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് ഉണ്ട്. അതായത് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ, മൂവ്മെൻറ്റിൻ്റെ സമയത്ത്, കുനിയുമ്പോഴാണെങ്കിലും എന്തൊരു മൂവ്മെൻറ്റിൻ്റെ സമയത്തും ഈ എല്ലുകളുടെ ഇടയിലുള്ള ഫ്രിക്ഷൻ ഒഴിവാക്കാനുള്ള ഒരു സംഗതിയാണ് ഈ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നത്. അതായത് അത് ഷോക്ക് അബ്സോർബൻ്റ് ആണ്. പല കാരണങ്ങൾ കൊണ്ടും ഈ ഡിസ്കിന് തേയ്മാനം സംഭവിക്കും. ഏജിങ് കാരണം, അല്ലെങ്കിൽ ഒരുപാട് നട്ടിൽ നിന്ന് കൊടുക്കുന്ന എക്സേർഷൻ കാരണം. അതായത് ചില ജോലികളൊക്കെ ഇരുന്ന് ചെയ്യുന്ന ജോലികളാണ് ഒരുപാട് നേരം ഇരിക്കുകയും, നിന്ന് ചെയ്യുന്ന ജോലികളാണെങ്കിൽ ഒരുപാട് നേരം നിൽക്കുകയും ചെയ്യുന്ന, ഇങ്ങനെയൊക്കെ ഒരുപാട് നട്ടലിന് എക്സേർഷൻ സംഭവിക്കുമ്പോൾ ഓവർ വെയിറ്റ് ഒക്കെ കാരണം ഈ ഡിസ്കിന് തേയ്മാനം സംഭവിക്കും. പിന്നീട് ഈ ഡിസ്ക് ബൾജ് ചെയ്ത് നെർവിനെ കംപ്രസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ കാലിലേക്കുള്ള വേദന അനുഭവപ്പെടുന്നത്. അതുകൂടാതെ ഈ ലംബാർ ലാറ്ററൽ സ്റ്റീനോസിസ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബോണി ഗ്രോത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ നെർവിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു സ്ട്രക്ചറിന് നീർക്കെട്ടി സംഭവിക്കുമ്പോഴൊക്കെ ഈ നെർവിന് കംപ്രഷൻ സംഭവിക്കും. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൽ, ഓവർ വെയിറ്റ് ഉള്ള ആളുകളിൽ, പ്രായം കൂടുതലുള്ള ആളുകളിൽ, അതുപോലെ ഡയബറ്റീസ് ഉള്ള ആളുകളിലൊക്കെ ഈ ഷയാറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ വേദന വളരെ അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും. ഒരു കാലിന് വരുന്ന, കാലിൻ്റെ ബാക്ക് സൈഡിലൂടെ വരുന്ന സിവിയർ ആയിട്ടുള്ള പെയിൻ, ഒരു വലിച്ചിൽ പോലത്തെ വേദന, അല്ലെങ്കിൽ ഷോക്ക് അടിക്കുന്ന പോലത്തെ വേദന, പുകച്ചിലാണെന്നൊക്കെ പറയും. ചിലരിൽ രാവിലെ എണീറ്റാൽ ഉടനെ വേദന കാണാം, അല്ലെങ്കിൽ ഒന്ന് തുമ്മുമ്പോൾ, ചുമയ്ക്കുമ്പോൾ, ചിരിക്കുമ്പോഴൊക്കെ അസഹ്യമായിട്ടുള്ള വേദന കാണാം. അല്ലെങ്കിൽ അവരെന്തെങ്കിലും കുഞ്ഞൊന്ന് എടുക്കാൻ നോക്കുമ്പം ആ വേദന വന്ന് ബോഡി സ്റ്റക്കായി പോകും, പിന്നെ ഒന്ന് അനങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴോ പെട്ടെന്ന് വേദന വന്ന് അവിടെ അനങ്ങാൻ പറ്റാണ്ട് നിൽക്കുക. ഒരു ഷാർപ്പായിട്ടുള്ള വേദന കാരണം ഇരിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇരുന്നോടത്തുനിന്ന് എണീക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് വരുന്നത്. ഇങ്ങനെയുള്ള വേദനയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഷയാറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷനുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തേത്, നമ്മൾ ബെഡ് ചൂസ് ചെയ്യുമ്പോൾ, കിടക്കാനുള്ള ബെഡ് ചൂസ് ചെയ്യുമ്പം ഓവർ സോഫ്റ്റ് ഉള്ള ബെഡ്, ഓവർ ഹാർഡായിട്ടുള്ള ബെഡോ ചൂസ് ചെയ്ത് അതിൻ്റെ ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസി ഉള്ള ബെഡ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ കിടക്കുമ്പം നിവർന്ന് കിടക്കാതെ, കാല് സ്ട്രെയിറ്റ് ആക്കി വെച്ച് കിടക്കാതെ മാക്സിമം നോക്കുക. ഇനി അഥവാ നിവർന്ന് കിടക്കുകയാണ്, കാല് സ്ട്രെയിറ്റ് ആക്കി വെച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മുട്ടിൻ്റെ അടിയിൽ പില്ലോ വെച്ചിട്ട് കിടക്കണം. ഏറ്റവും നല്ല പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് മുട്ട് മടക്കി ആ മുട്ട് ബോഡിക്ക് ക്ലോസ് ആക്കി വെച്ചിട്ട് കിടക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാട് നേരം ഇരിക്കരുത്. ഇടയ്ക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് എണീറ്റ് നടന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കും. അല്ലെങ്കിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാട് നേരം നിൽക്കാതെ ഇടയ്ക്കൊന്ന് നടന്നിട്ടോ ഇരുന്നിട്ടോ ഒന്ന് റിലാക്സ് ചെയ്യണം. ഒരുപാട് നേരം നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ലംബാർ റീജിയൻ, അതായത് ബാക്ക് സൈഡിൽ ഒരുപാട് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ മസിൽസിനെ റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടി നടക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഡെയിലി ഒരു 6 കിലോമീറ്റർ വരെ നടക്കുന്നത് വളരെ നല്ലതാണ്. അതും മസിൽസിനെ, ബാക്ക് മസിൽസിനെ റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം അതിൽ മാക്സിമം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, ഓറഞ്ച്, പൈനാപ്പിൾ പോലെയുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മലബന്ധം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കുക. ഹോമിയോപ്പതിയിൽ നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. താങ്ക്